സംഗീത മാമിന്റെ ക്യാരക്ടർ ഭയങ്കര വലിയ സ്ട്രെങ്ത് ആണ് എൻ്റെ ക്യാരക്ടർ. അപ്പോൾ തുടക്കം മുതൽ അത് ആളെ ചെയ്യുന്നതിനുള്ളൊരു ക്യൂരിയോസിറ്റി എനിക്കുണ്ടായിരുന്നു. ദർശനാണെന്ന് പറഞ്ഞ സമയത്ത് ഐ അണ്ടർസ്റ്റുഡ്, അതായത് ഇറ്റ് ഇസ് ഇൻ സേഫ് ഹാൻഡ്സ് എന്നുള്ളത്. ആൻഡ് സിൻസ് ദാറ്റ് ഡേ we've been working on this project and finally August 22nd ഇത് റിലീസ് ആവാണ്. പറഞ്ഞതുപോലെ ദുൽഖറിന്റെ വേഫെയർ ആണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ആൻഡ് പ്രവീൺ പറഞ്ഞില്ലേ, പ്രവീൺ ഇങ്ങനെയൊന്നും അല്ലല്ലോ ആക്ച്വലി. പ്രവീൺ തെലുഗു രാഷ്ട്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഭയങ്കര സംഭവമാണ്. പ്രവീണിന്റെ കുറെ സ്പീച്ചൊക്കെ ഭയങ്കര വൈറലാണ്, ഭയങ്കര ഇമോഷണൽ ആയിട്ടൊക്കെ സംസാരിക്കുന്ന ആളാണ്. ഇവിടെ നിങ്ങളുടെ അടുത്ത് കുറച്ച് ഹെസിറ്റേഷൻ ഉണ്ടെന്ന് മാത്രം. ആൻഡ് താങ്ക്സ് ടു പ്രവീൺ ഫോർ മേക്കിംഗ് എ ഫിലിം ലൈക്ക് ദിസ്. ഇങ്ങനത്തെ ഒരുപാട് സിനിമകൾ ഇനിയും ഇൻഡസ്ട്രിയിൽ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ആകും ഈ ഫിലിമിനാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് വിജയ് ഗാരു, ഇതിൻ്റെ പ്രൊഡ്യൂസറാണ്. അപ്പോൾ ഇങ്ങനത്തെ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ സോ കോൾഡ് ഫീമെയിൽ സെൻട്രിക് എന്ന് പറയുന്നത്, പക്ഷേ ഇറ്റ്സ് ആക്ച്വലി എ കോൺസെപ്റ്റ് ഡ്രിവൻ സ്റ്റോറി. അതിന് മുഖ്യ കഥാപാത്രം ഒരു സ്ത്രീയാണെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ സിനിമകൾ ചെയ്യണമെങ്കിൽ ഇതേപോലത്തെ പ്രൊഡ്യൂസേഴ്സ് വേണം. താങ്ക് യു സോ മച്ച്. ആൻഡ് സംഗീത മാം said really amazing things about the film, about like different reformations that has happened in this നമ്മുടെ ഇന്ത്യയിലാണെങ്കിലും അത് ദാറ്റ്സ് ഓൾ റിലവൻറ്റ് ടു ദ ഫിലിം. അപ്പോൾ കൂടുതലായിട്ട് സിനിമയെക്കുറിച്ച് ഞാൻ പറയുന്നത് നിങ്ങൾ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാണണം, കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും സജസ്റ്റ് ചെയ്യണം. അതെ, താങ്ക് യു സോ മച്ച് ആൻഡ് ഹാപ്പി ഫ്രഷേഴ്സ് ഡേ. വെൽക്കം ടു ദി കോളേജ്. ബൈ ദ വേ, ഞാൻ മറ്റേ അലോട്ട്മെന്റ് +2 അലോട്ട്മെന്റ് സമയത്ത് ഞാൻ ഈ കോളേജിൽ കയറാൻ കുറെ ശ്രമിച്ചതാണ്. അഡ്മിഷൻ കിട്ടിയില്ല, വലിയ പഠിപ്പിച്ചതായിരുന്നു. So I missed that opportunity, but that's okay. I'm glad I'm here today. Thank you.